കോഴിക്കോട് വെസ്റ്റേൽ സ്വദേശിയായ യുവാവിനെ കുഴിച്ചുമൂടിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് പ്രതികളുമായി പരിശോധന നടത്തും. മാസങ്ങൾക്ക് ശേഷം സ്ഥലത്തെത്തി അസ്ഥികൾ ശേഖരിച്ച് കടലിൽ ഒഴുക്കിയതായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് വിജിലിന്റെ പിതാവ് പ്രതികരിച്ചു. പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് സഹോദരൻ മീഡിയ വണിനോട് പറഞ്ഞു. അമിതമായി ലഹരി കുത്തിവെച്ചതോടെ ജീവൻ നഷ്ടമായ വിജിലിനെ സരോവരം പാർക്കിന് സമീപത്ത് കുഴിച്ചുമൂടിയെന്നായിരുന്നു സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ. 2019 മാർച്ച് 24 നടന്ന സംഭവത്തിൽ മാസങ്ങൾക്ക് ശേഷം പ്രതികൾ വീണ്ടും സരോവരത്തെത്തി. വിജിലിന്റെ അസ്ഥികൾ ശേഖരിച്ച് കടലിൽ ഒഴുക്കിയെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി. മരണാനന്തര ചടങ്ങ് എന്ന നിലയ്ക്കാണ് അസ്ഥികൾ കടലിൽ ഒഴുക്കിയതെന്നാണ് പ്രതികളുടെ മൊഴി. വിജിലിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പിടിയിലായതെന്നും ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും പിതാവ് പറഞ്ഞു. ആദ്യം ഒരു തുറന്നു പറയാനൊന്നുമില്ല, ഒരു എന്താ വെച്ചാൽ നമ്മൾ ചെയ്യും. ഇതുപോലും മറച്ചു വെച്ചില്ലേ, സ്വന്തം കൂടെ നടന്ന ഒരു ഫ്രണ്ട്സിനെ ഇമാരി പണി ചെയ്തിട്ട് ഒരു ചെയ്താൽ അതാണ് എനിക്ക് വല്ലാതെ. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും പ്രതികൾ നടത്തിയെന്നും കുടുംബം പറയുന്നു. അത് തെളിവ് നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ചല്ലോ, എന്താ ചെയ്യാൻ തെളിയിക്കാം, ചെയ്ത് തന്നെയല്ലേ. കസ്റ്റഡിയിൽ ലഭിക്കുന്ന പ്രതികളുമായി പോലീസ് സരോവരത്തെത്തി തെളിവെടുക്കും. വിജിലിന്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ലക്ഷ്യം. പിടിയിലാകാനുള്ള കേസിലെ 2ാം പ്രതി രഞ്ജിത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മീഡിയ 1 കോഴിക്കോട്.